ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഇത് നടക്കുന്നത് ആക്ച്വലി പണ്ട് അത്ര പണ്ടല്ല കേട്ടോ, നമ്മുടെ കൊറോണ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയമല്ലേ, ആ സമയത്താണ്. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ നല്ല മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു, അപ്പോൾ എല്ലാവരോടും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ജി പിനെ പോയി കാണുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അയർലൻഡിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജി പിനെ പോയി രജിസ്റ്റർ ചെയ്യും. അവിടുത്തെ ഫസ്റ്റ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജി പി ആണ് നമ്മൾ ഗൈനക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത്. അങ്ങനെ ജി പിയുടെ അടുത്തുനിന്ന് ഗൈനക് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾക്ക് റെഫറൻസ് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് സ്കാൻ ബുക്കിംഗ് കിട്ടുകയാണ്. അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് സ്കാനിങ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ സ്കാൻ പ്രൈവറ്റിലേക്കാണ് റെഫർ ചെയ്തത്. പക്ഷേ അതിൻ്റെ എക്സ്പെൻസ് ഇവർ HSCന്ന് തന്നെ കൊടുക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ പ്രൈവറ്റിൽ ഞങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിരുന്നു. നമുക്ക് സ്കാനിൻ്റെ സമയത്ത് കൊച്ചിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അവർ ഞങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. സാധാരണ നമുക്ക് ഫോട്ടോ ജസ്റ്റ് 2 ഫോട്ടോ അല്ലേ കിട്ടുന്നത്, ഞങ്ങൾക്ക് വീഡിയോയും കൂടി കിട്ടിയിരുന്നു. അപ്പോൾ വീഡിയോ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞങ്ങൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് സ്കാനിങ്ങിന് ഇതിനകത്തേക്ക് കയറി വന്ന് നമുക്ക് സ്കാനിങ്ങിന് നമ്മുടെ പാർട്ട്ണർ ഹസ്ബൻഡിനെ അകത്ത് കയറ്റാൻ പറ്റും. അപ്പോൾ സ്കാനിങ്ങിന് കയറി അപ്പോൾ നമുക്ക് ജെൻഡർ അറിയണമെന്ന് അവർ ചോദിക്കും. അറിയണമെന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ പറയും. വേണ്ട, ഞങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എന്നാണ് പറയുന്നതെങ്കിൽ അത് കഴിഞ്ഞാട്ടോ അവർ പറയുള്ളൂ. അല്ല നമുക്ക് എൻവലപ്പിലാക്കി ഞങ്ങൾക്ക് അഡ്രസ്സ് ഇട്ട് അയച്ചാൽ മതിയെങ്കിൽ അങ്ങനെ അയക്കുന്ന ഫെസിലിറ്റി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ, ബോയ് ആണോ ഗേൾ ആണോ എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊരു ബേബി ഷവർ പോലെയൊക്കെ നടത്തിയായിരുന്നു കേട്ടോ, അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മെറ്റേണിറ്റി ലീവിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഡേറ്റിന് 2 വീക്സ് മുന്നേ മുതൽ നമുക്ക് മെറ്റേണിറ്റി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ മെറ്റേണിറ്റിയിലേക്ക് കടന്നു. അപ്പോൾ ആഴ്ചയിൽ 3-4 ഡേയ്സ് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഞാൻ മെറ്റേണിറ്റി ലീവിൽ ഓൾറെഡി വീട്ടിൽ ആണ് കേട്ടോ ആ സമയത്ത്. അങ്ങനെ എൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയുടെ ആ ദിവസം എത്തി കേട്ടോ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ.